നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഒരുപാട് പേര് ബിസിനസ് ചെയ്യുന്നുണ്ട്. അതിൽ തന്നെ പാർട്ട്ണർഷിപ്പായിട്ട് ബിസിനസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷേ ഇവരിൽ പല ആളുകളും അത് പ്രൊപ്പറേറ്റർഷിപ്പ് ആയിട്ടാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഒരു പ്രധാന കാരണം പാർട്ട്ണർഷിപ്പായിട്ട് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഒന്ന് പാർട്ട്ണർഷിപ്പിൻ്റെ ഡീഡ് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ അതിൻ്റെ സ്റ്റാമ്പ് ഡ്യൂട്ടി നമുക്കറിയാം കേരളത്തിൽ 5000 രൂപയാണ് സ്റ്റാമ്പ് ഡ്യൂട്ടി വരുന്നത്, അതായത് സ്റ്റാമ്പ് പേപ്പർ വാങ്ങാനുള്ള എമൗണ്ട്. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ രജിസ്ട്രേഷന് കാര്യങ്ങൾ വരുന്ന ചിലവുകൾ ഇതൊക്കെ കണ്ടിട്ട് പല ആളുകളും പാർട്ട്ണർഷിപ്പായിട്ട് ചെയ്യാതെ പകരം പ്രൊപ്പറേറ്റർഷിപ്പായിട്ട് ചെയ്യും. മറ്റൊരു കാരണം എന്ന് പറഞ്ഞാൽ പാർട്ട്ണർഷിപ്പിൽ നമുക്കറിയാം ടാക്സ് പെർസെൻറ്റേജ് പറഞ്ഞാൽ നിങ്ങളുടെ പ്രോഫിറ്റിൻ്റെ 30% ആണ് ടാക്സ് വരുന്നത്. 30% എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 12 ലക്ഷം പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ 30%, അതായത് ഏകദേശം 4 ലക്ഷം രൂപ നിങ്ങൾ ഗവൺമെന്റിലേക്ക് ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ഈ ഒരു സെയിം സംഗതി ഒരു പ്രൊപ്പറേറ്റർഷിപ്പിലാണെങ്കിൽ, അതായത് ഒരു വ്യക്തി നടത്തുന്ന സ്ഥാപനത്തിലാണെങ്കിൽ നിങ്ങൾ ഈ ഒരു ഫിനാൻഷ്യൽ ഇയർ മുതൽ 1 രൂപ പോലും ടാക്സ് അടക്കാതെ നിങ്ങൾക്ക് ഇൻകം ടാക്സ് ഫയൽ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ പല ആളുകളും രജിസ്ട്രേഷൻ എന്ത് ചെയ്യും, പ്രൊപ്പറേറ്റർഷിപ്പ് ആയിട്ട് ചെയ്യും. പക്ഷേ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു പ്രൊപ്പറേറ്റർഷിപ്പ് ആയിട്ട് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഇതിന് എന്ത് ലീഗൽ ബാധ്യതകൾ വന്നാലും ആരെ പേരിലാണോ രജിസ്റ്റർ ചെയ്യുന്നത് അവരുടെ മാത്രം ബാധ്യതയായിട്ട് അത് മാറും. ഭാവിയിൽ ഇത് ഇപ്പോൾ നിങ്ങളൊരു ബിസിനസ് ചെയ്യുകയാണെങ്കിൽ ഒരു നോട്ടീസ് വരികയാണെങ്കിൽ നിങ്ങൾ എന്നോട് പറയാണ് ഇപ്പോൾ എനിക്ക് ഈ ഒരു പേയ്മെന്റ് അടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഞാൻ മാത്രമാണ് അതിന് റെസ്പോൺസിബിലിറ്റി, എനിക്ക് മാത്രമാണ് ആ ഒരു പേയ്മെന്റ് തിരിച്ചടക്കാനുള്ള ഉത്തരവാദിത്വം എന്നുള്ളത്. പിന്നെ ഇതൊരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ലീഗലി മൂവ് ചെയ്യാൻ പറ്റില്ല അത് ഈ പാർട്ട്ണർഷിപ്പ് ആണെന്ന് പറഞ്ഞിട്ട്. മറ്റൊരു കാര്യം, ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ് ആയിട്ട് ചെയ്യുന്നത് പ്രൊപ്പറേറ്റർഷിപ്പ് ആയിട്ടാണ് രജിസ്റ്റർ ചെയ്യുന്നതെങ്കിൽ അത് ആരുടെ പേരിലാണോ പ്രൊപ്പറേറ്റർഷിപ്പ് എന്നുള്ള സ്ഥാപനം അദ്ദേഹത്തിന്റെ മാത്രം ബിസിനസ് ആണ് എന്ന് നാളെ അദ്ദേഹം പറയുകയാണെങ്കിൽ അത് അദ്ദേഹത്തിന്റെ മാത്രം ബിസിനസ് തന്നെയാണ്.